എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫ് ആയിരിക്കും വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി KFC വീഡിയോമായിട്ടാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാച്ച സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്ക് നമുക്ക് ആരെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ അടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ 4 ചിക്കൻ കഴുകി ഫ്രഷ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഈ ചിക്കനിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളകാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് ചെറിയ ഉള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം. അപ്പം നമ്മൾ ചിക്കനിൽ വരഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് നമുക്ക് നന്നായി മസാല ഒന്ന് പിടിപ്പിക്കണം. ഇത് നമ്മൾക്ക് അരമണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ ഗൈസ് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുജീരകം പൊടിച്ച് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പും അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഓട്സ് ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും മതിയാവും. നിങ്ങൾക്ക് ഇതിന് പകരം കോൺഫ്ലവേഴ്സ് യൂസ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൽ സുർക്ക ഒഴിച്ചിക്കണു, അത് എടുക്കാൻ മാറുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് ഈ ചിക്കൻ എടുത്ത് മൈദയിലൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോന്നോരോന്നായി മൈദയിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ചിക്കൻ മൊത്തം മൈദ മിക്സിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മുട്ടയിലിട്ട് ഡിപ്പ്
ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഓട്സിലിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. നമ്മൾ ചിക്കൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനൊപ്പം ഇതും ചെയ്യണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എണ്ണ അവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഇട്ട് കൊടുക്കാം. ഈ സമയം ലോ ഫ്ലെയിം ആയിരിക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് 1 മിനിറ്റ് ഇതിലിങ്ങനെ കടക്കട്ടെ. ലോ ഫ്ലെയിമിലല്ല, ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. നമ്മളെ ഹോട്ട് കരിയും അതുപോലെ തന്നെ ചിക്കൻ വേവ് കിട്ടുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ 1 മിനിറ്റ് ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത്. അപ്പോൾ ഗൈസ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് നമുക്ക് മറിച്ചിടാം. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്തായാലും തുറന്ന് നോക്കാം. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിടാം. ഇനി നമുക്കിത് തിരിച്ച് മറിച്ച് വെച്ചെടുത്ത് ബ്രൗൺ കളറായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതേപോലെ എല്ലാതും നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ KFCയുടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. മയോണൈസും കൂട്ടി കഴിക്കാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഗൈസ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്ക് നമുക്ക് ആളെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാനായിട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. ഞാൻ അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.